സ്വാമി ശരണയ്യപ്പ. അപ്പോൾ നാളെ നമ്മളെ കെട്ടുന്നറ കേട്ടോ, നാളെയാണ് കെട്ടുന്നറ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് വാഴേൻ്റെ ഇലയൊക്കെ എടുക്കാണ്ട്, വാഴേൻ്റെ തൂമ്പ് നാക്കല കുറച്ച് എടുക്കാണ്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈഫിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കേട്ടോ. അവിടെ ഒരുപാട് വാഴ കൃഷി ഉണ്ട് താഴെ പാടത്ത്. അപ്പോൾ അവിടുന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. 2 വാഴക്കുട്ടി എടുക്കാണ്ട് വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ദൗത്യം എന്നെയാണ് അവർ സാമാരി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് സജീവൻ്റെ വീട്ടിലേക്ക്. നമുക്ക് ആദ്യം കുറച്ച് വാഴേൻ്റെ ഇതൊക്കെ എടുത്തിട്ട് നേരെ അങ്ങാടി പോകണം. അങ്ങാടി നാളെ കെട്ടുന്നവർക്ക് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. നമുക്ക് ആദ്യം വാഴേൻ്റെ പൂട്ട് എടുക്കാം കേട്ടോ. ഞങ്ങൾ സജീവൻ്റെ വീട്ടിലെത്തി. സജീവൻ്റെ അമ്മയും മാലട്ടണം. ഒരു 13-ാം തീയതി പോണത് സൂര്യപേട്ട ട്രാവൽസിൽ. കന്നിസ്വാമിയാണ്. അത് അച്ഛ കന്നിസ്വാമിയല്ല, ഇത് ആ ഇരിക്കുന്നത് അച്ഛമ്മയാണ് കന്നിസ്വാമി. അമ്മമ്മ അച്ഛമ്മ അമ്മമ്മ. ആ ശരി. 13-ാം തീയതി സൂര്യപേട്ട ട്രാവൽസിലാണ് പോണത് അവര്. അപ്പൊ അതിന് മുമ്പേ ഞാൻ പോയിട്ട് വരാച്ചിട്ട് ഇങ്ങനെ. ഇപ്പൊ നാളെയാണ് നമ്മളെ പോക്ക്, നാളെയാണ്. അപ്പൊ കുറച്ച് വാഴേൻ്റെ പൊളിക്കാണ്ട്. നാക്കല 26 നാക്കര ഇടുമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴത്ത് പോയിട്ട് വേല പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ വാഴത്തോട്ടത്തിലെത്തി, ഞങ്ങൾ വാഴത്തോട്ടത്തിലെത്തി. നമ്മൾ ഏല മുറിക്കട്ടെ. ഏല ഫുള്ള് വാഴത്തോട്ടം. ഇതൊക്കെ നമ്മുടേതല്ല, ആരാൻ്റെ വാഴത്തോട്ടമാണ്. എന്തേ അതവിടെ ഉള്ളിൽ വെച്ചാ പോരെ? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലോ, അവിടെ വെച്ചോളി. അല്ല ഇവിടെ കൊടുന്ന് വെച്ചോളി, കൈ പിടിച്ചോളി. അല്ലെങ്കിൽ ആ ഉള്ളിൽ വെച്ച് പൂട്ടിക്കാളേ. അത് സാരല്ല, ഒരു 100 നടത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം. അപ്പൊ നമുക്ക് ഓരോരോ വാഴേൻ്റെ തൂമ്പ് നോക്കി ഇങ്ങനെ മുറിക്കട്ടോ. മുറിക്കാലേ, ശരിക്കും കൈ പിടിച്ച നാക്കല തന്നെ വേണം. ഫുള്ള് നാക്കല വേണം. 26 വേണം. 26. കേടുവരുത്തരുത് കേട്ടോ. നേരിടും. അത് നാശാക്കരുത് കേട്ടോ ഉണ്ണിയെ. അത് വാങ്ങൂ, കളയരുത്, കേട് വരുത്തരുത് കേട്ടോ. എത്ര ആയി നോക്കിട്ട് പറയണം കേട്ടോ. നോക്കട്ടെ. അപ്പുന്റെ 4 ആ കുട്ടി 4 എന്ന് പറഞ്ഞു. ശരിയാണ്, അപ്പൊ കുട്ടി 4. അഞ്ച് കുട്ടി എണ്ണുന്നുണ്ട്. അപ്പുണ്ണി എണ്ണുന്നുണ്ട്. അപ്പുണ്ണി എണ്ണുന്നുണ്ട്. അപ്പുണ്ണിയുടെ ഹായ് പറഞ്ഞ. അപ്പു എണ്ണുന്നുണ്ടേ. അവിടെ മറ്റേ കന്നിസ്വാമി നല്ല പൊട്ടിക്കല്ലാണ്. അതെ അതെ. കുറച്ചേരം എൻ്റെ ഊഴം കഴിഞ്ഞു. കുറച്ചേരം ഊഴം മുറിക്കാനായിട്ട് കത്തിയൊക്കെ വാങ്ങി പോയിട്ടുണ്ട്. വെച്ചോ. അപ്പൂസാണ് ഇതിന് എണ്ണക്കം എടുക്കുന്നത്. അപ്പൂസാണ് നേതൃത്വം വഹിക്കുന്നത്. അപ്പൂസ്. ഇല പൊട്ടിക്കുന്നത് സജിത. പൊന്തു അപ്പൂസിന് 13 അവിടേക്കന്നെ ഉണ്ടാവും. അങ്ങോട്ട് തന്നെ പോയാൽ കിട്ടും. അപ്പൂസെ കൊയിഞ്ഞാടുവോ?
ഇനി അവിടെ ബാക്കി വെച്ചാലോ, ഇനി കുറച്ച് അത് താഴ്ത്തി വെച്ചിട്ട് വേറെ കൈ വാങ്ങി പോയിട്ട് ചെല്ലേ, താഴ്ത്തി വയ്ക്കുക. ഇനി വേറെ പോയി എടുത്തോ, അത് പോകുമ്പോൾ ഒക്കെ കൂടെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതാ വണ്ടിമ വെക്കാനുള്ള വാഴക്കുട്ടി അപ്പൂസിൻ്റെ കയ്യിൽ. അപ്പൂസ കാണിച്ച വാഴക്കുട്ടി. ആ വണ്ടിമ വെക്കാളായി. ഇല സെറ്റായി. എവിടെ ഇല അടുത്തുണ്ടി പോയിട്ട് സെറ്റ് ലച്ചല്ലേ ആയിരിക്കും. കയ്യൊക്കെ മാറ്റാടുന്നു, താഴത്തേക്ക് പിടിച്ചോണ്ടോ. ഇത്ര വേണോ? 27 അങ്ങനെ എല്ലാ സ്വാമിമാർക്കുള്ള നമ്മളെ ഇല സെറ്റായി. പോട്ടെ. അപ്പോൾ 26 വേണ്ട 10 30 വരെ ഞങ്ങൾ 30-ലധികം എടുത്തിട്ടുണ്ട്. ഇനി അവിടെ തികയാതിരിക്കണ്ട കേട്ടോ. അത് പൂവടി പൊട്ടുക, കൈമൊക്കെ കറ ഉണ്ടാവും കേട്ടോ. ഒക്കെ കഴുകിക്കോളെ. കയറി അത് കൊണ്ടുവച്ചോനോടെ. അങ്ങനെ ആദ്യം സേഫ് ആക്കിയാനൊക്കെ. സ്റ്റെപ്പ് ഉണ്ട്, കയറിപ്പോ നോക്കിപ്പോ. ആ സ്വാമി ശരണം. ആ പോണു. ആ അമ്പട്ടം പോണുണ്ട് സാധനമൊക്കെ കുടിച്ചിട്ട്. ആ പോണു. ഏയ് അവിടെ വെച്ചോളി. ആ ഇനി അവിടെ താഴ്ത്തി വെച്ചോ. വാങ്ങിച്ച വെച്ചോ. ഇല വെല്ല വെക്കിട്ടാ. അത് ഇവിടെ വെക്കേ. അടച്ചോള. ആ അടച്ചോ. അത് കുഴപ്പമില്ല വെച്ചോ. ആ കയറിയതിനെ മാറ്റിച്ചോളാം. കയറിയത് മാറ്റിച്ചോളാം കേട്ടോ. കെട്ടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇതാ ഒരാള് വീഡിയോ എടുക്കുന്നത്. അപ്പൊ വാഴന്റെ സെറ്റ് വാഴ കുട്ടികളാണ് കേട്ടോ. നാളെ വണ്ടി വെക്കാനുള്ള വാഴക്കുട്ടി റെഡി. ഇനി നമ്മള് എല്ലാം കഴിഞ്ഞ് നമ്മള് സാധനമൊക്കെ എടുത്ത് പോവാണ്. ഇനി നമുക്ക് പൂജാ സാധനങ്ങൾ വാങ്ങാണ്ട്, അതുപോലെ തന്നെ തേങ്ങ വാങ്ങണം. നാളെ കെട്ടുനിറക്കുള്ള തേങ്ങ. അപ്പോൾ ഇപ്പം നേരെ നമുക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാട്ടോ. നാളെ പൊട്ടിച്ചുള്ള തേങ്ങ എടുത്തോണ്ടിരിക്കട്ടെ. കുഞ്ഞു കുഞ്ഞു തേങ്ങാലെടുക്കണേ. ചെറുത് മതി. എത്രയായി? 2, 4, 6, 8, 9 മൈദാണ്. നമ്മളിത് പറഞ്ഞിരുന്നില്ല, ഒരു രാവിലെ സതീഷ് വരും പറയുന്നത്. പൂജാ സാധനങ്ങൾ ഒക്കെ കെട്ടി വെച്ചേക്ക. അത് നെയ്യൊക്കെ എത്ര എടുത്തണോ? അതെ.
സ്വാമി ചേരണം. ആ പോയിക്കോളി. ഇപ്പോൾ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കിട്ടും. ഇത് രാവിലെ അറിയാനുള്ള തേങ്ങയും മുദ്രത്തേങ്ങ ഇതാണ്. ഇത് കെട്ടുനിറയ്ക്കുള്ള ആവിലും മലരും അത് ഐറ്റമൊക്കെ, പട്ട്, ചുവന്ന പട്ട് ഇതൊക്കെ. ഇതിൽ തോൾ സഞ്ചി, പിന്നെ ഇരുമ്പടി കെട്ടാനുള്ള സഞ്ചിയും കാര്യങ്ങളും, വാഴേൻ്റെ ഇല ഒക്കെ റെഡിയാണ്. അപ്പോൾ ഇത് നെയ്യ് കെട്ടുനിറയ്ക്കുള്ള ഒരു മുദ്ര ഉള്ളു. അപ്പോൾ കുറച്ച് നെയ്യ് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇത് കടക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലത്തെ വീഡിയോസൊക്കെ രാവിലെ കാണാം കേട്ടോ. ഓക്കെ, ബായ്. സ്വാമി ശരണോ അയ്യപ്പ.